ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് ഡേ വ്ളോഗാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. അടുത്ത ഏപ്രിൽ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അന്നത്തേക്കുള്ള ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ ഒരു വ്ളോഗിനേക്കാളും നമുക്ക് എങ്ങനെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് തന്നെ ഒരുപാട് പുറത്തേക്ക് നമ്മൾ കൊടുത്ത് ബൊട്ടീക്കിലൊക്കെ കൊടുത്ത് ഒത്തിരി പൈസ കളയാതെ നമുക്ക് തന്നെ എങ്ങനെ ഒരു ലെഹങ്ക വിത്ത് ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കാം എന്നും കൂടെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഈ ലെഹങ്ക വിത്ത് ക്രോപ്പ് ടോപ്പ് ബൊട്ടീക്കിൽ ചോദിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു ബൊട്ടീക്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അവർ മെറ്റീരിയൽ എടുത്തിട്ട് അവരുടെ ഷോപ്പിലുള്ള മെറ്റീരിയൽ തന്നെ ക്രോപ്പ് ടോപ്പും അതുപോലെ സ്കേർട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന്, അതായത് അവർ എക്സ്ട്രാ വർക്കൊന്നും അത് ചെയ്യുന്നില്ല. ഓൾറെഡി വർക്കുള്ള ഒരു മെറ്റീരിയൽ ഇതേപോലത്തെ നമ്മൾ ഈ കാണുന്ന കൂട്ട് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് അവർ 15,000 ഒക്കെയായിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ഏതെങ്കിലും ബൊട്ടീക്കിലോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് സെൻറ്ററിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ വരുള്ളൂ. അപ്പം അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിക്കുന്ന ഒരു വീഡിയോയും കൂടെ ആണിത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് വിചാരിച്ചേക്കുന്നത് സ്കേർട്ടും ക്രോപ്പ് ടോപ്പുമാണ്. നമ്മളുടെ സാധാ അംബ്രല സ്കേർട്ട് വിത്ത് ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ അതിൽ നെറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയൽ വാങ്ങിയിട്ട്, അതായത് ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ വാങ്ങുക. അത്യാവശ്യം കുറച്ച് റേറ്റുള്ള മെറ്റീരിയൽ നോക്കി വാങ്ങിയിട്ട് അതിന് ചേരുന്ന ഷെയ്ഡ് വരുന്ന സ്കേർട്ടും അതുപോലെ ഷോളും ഒക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വർക്കുള്ള മെറ്റീരിയൽ വാങ്ങുക. എന്നിട്ട് അതിൽ നമുക്കിനി എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരില്ല, കാരണം ഓൾറെഡി വർക്കുള്ള മെറ്റീരിയലാണല്ലോ നമ്മൾ വാങ്ങുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഓൾ ഓവർ ആയിട്ട് കുറച്ച് ത്രെഡ് വർക്കുള്ള നല്ല ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ വാങ്ങുക. അത് എക്സ്ട്രാ ബീഡ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ വാങ്ങിയിട്ട് അതിൽ പിന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാമല്ലോ. അപ്പം സ്ലീവ് ആണെങ്കിൽ ഞാൻ പ്ലെയിൻ ആയിട്ട് ഉള്ള നെറ്റ് വാങ്ങുക. നമ്മൾ ഈ ക്രോപ്പ് ടോപ്പിൻ്റെ ബോഡി പോർഷനിലുള്ള ഷെയ്ഡ് തന്നെ വാങ്ങിയിട്ട് സ്ലീവിൽ ഫുള്ള് നമ്മൾ എന്തെങ്കിലും സ്റ്റോൺ വർക്കോ അല്ലെങ്കിൽ ബീഡ്സ് വർക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെയുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് കല്യാണിലാണ്. ഇവിടെ ആണെങ്കിൽ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. ഒത്തിരി എല്ലാ കടയിലും, ഞാൻ തൊടുപുഴയായിരുന്നു ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കടയിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് നെറ്റ് മെറ്റീരിയൽ എടുക്കുമ്പം ഇതുപോലത്തെ നല്ല ഫങ്ഷനൊക്കെ എടുക്കുന്ന മെറ്റീരിയൽസ് അല്ലേ. അപ്പം നമ്മൾ ഒരുപാട് റേറ്റ് കുറഞ്ഞത് എടുക്കാതെ അത്യാവശ്യം നല്ല റേറ്റിൻ്റെ തന്നെ എടുക്കണം. അതായത് നെറ്റിലിപ്പം വർക്ക് വരുന്ന മെറ്റീരിയൽ ഇപ്പോൾ 90 തൊട്ട് 4,000 വരെ ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം ഈ 90 അതുപോലെ 100ൻ്റെ ഒക്കെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം റേറ്റ് ഉള്ള മെറ്റീരിയൽ ആകുമ്പോൾ നമുക്കത് കാണുമ്പോഴും പിടിച്ച് നോക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും. നല്ല സോഫ്റ്റ് നെറ്റ് നോക്കി നമ്മൾ എടുക്കണം. ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നന്നായിട്ട് അത് ഷേപ്പിലിരിക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുക. അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് വേണം മെറ്റീരിയൽ എടുക്കാനായിട്ട്. ഇങ്ങനത്തെ എൻഗേജ്മെൻ്റൊക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 1,000 എബോവ് ഉള്ള മെറ്റീരിയൽസൊക്കെ എടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇപ്പം ഈ ഒരു മെറ്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ത്രെഡ് വർക്കാണ് വരുന്നത്. ഇത് കാണുമ്പോൾ ത്രെഡ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് പിടിച്ച് നോക്കുമ്പോൾ നല്ല ഹെവിയാണ്, നല്ല കനമുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുറച്ച് ഗ്രാൻഡായിട്ട് തോന്നുന്ന മെറ്റീരിയൽസ് നോക്കിയെടുക്കണം. ഈ ഒരു മെറ്റീരിയലൊക്കെ നോക്കുമ്പം ഇതിൻ്റെ അപ്പുറത്തെ വശം, അതായത് റോങ് സൈഡും ഇതേപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒരു ഫിനിഷിംഗ് ഒന്നും ഇല്ലാതെ ആയിരിക്കില്ല ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒരുപാട് പാറി നിൽക്കുന്ന മെറ്റീരിയൽസ് ഒന്നും എടുക്കരുത്. കുറച്ച് നെറ്റിൽ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിച്ചാൽ നിൽക്കാത്ത മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനത്തെ ഒന്നും നോക്കാതെ നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങിയ ടൈപ്പ് മെറ്റീരിയൽസ് വേണം എടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു തുണി കണ്ടില്ലേ, ഇത് നല്ലതാണ്, നല്ല റേറ്റ് ഉള്ളൊരു തുണിയായിരുന്നു. പക്ഷേ ഇതിലെ ഫ്ലവേഴ്സ് കണ്ടില്ല, കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മൾ ക്രോപ്പ് ടോപ്പിൽ വരുമ്പോൾ അത്ര ഒരു ഇതുണ്ടാവില്ല, കാരണം നമ്മൾ അല്ലാതെയും കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടാണല്ലോ നമ്മളിത് എടുക്കുന്നത്. അപ്പം ലാസ്റ്റ് വരുമ്പം ഇത്ര വലിയ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെറിയ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് വരുന്ന, നിറയെ ത്രെഡ് വർക്കുള്ള, ഒരുപാട് അങ്ങനെ സ്റ്റോൺസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ത്രെഡ് വർക്ക് നിറയെയുള്ള മെറ്റീരിയൽ നോക്കിയെടുക്കണം. ഞാൻ വിചാരിച്ചേക്കുന്നത് നമ്മളുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ടിലെ ഒരു ബോഡി പോർഷനും ബാക്കിലുമാണ് ഈ ഒരു വർക്കുള്ള മെറ്റീരിയൽ വെക്കുന്നത്. അതുപോലെ സ്കേർട്ടിൽ അതിൻ്റെ തന്നെ ഷെയ്ഡ് പ്ലെയിൻ നെറ്റാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ടോപ്പിലെ കുറച്ച് വർക്ക് അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്കേർട്ടിലേക്ക്. അപ്പോൾ ഇതിപ്പോൾ കല്യാണിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത്യാവശ്യം മെറ്റീരിയൽസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നല്ല ഏതെങ്കിലും കളക്ഷൻസൊക്കെ നമ്മൾ കണ്ടാലോന്ന് ചോദിച്ചാൽ നമ്മൾ ബാക്കി ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു.
സ്ലീവിലാണെങ്കിലും പ്ലെയിൻ നെറ്റാണ് എടുക്കുന്നത്. ഈ വർക്കുള്ള നെറ്റ് ഫുള്ളായിട്ട് വെക്കുന്നില്ല, അല്ലാതെ പ്ലെയിൻ നെറ്റ് വെക്കാനാണ് വിചാരിക്കുന്നത്. എനിക്കറിയില്ല, ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പ്ലെയിൻ നെറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ സ്റ്റോൺസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനാണ് വിചാരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ടല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ വെക്കണം. പിന്നെ ബോർഡർ നമ്മുടെ ഒരു ടോപ്പിൻ്റെ ആ ഒരു വർക്കുള്ള മെറ്റീരിയലും കുറച്ചൊരു ബോർഡർ ഒരു 5-6 ഇഞ്ച് താഴെ, ഞാൻ ഫുൾ സ്ലീവാണ് വെക്കുന്നത്. അപ്പോൾ അത്രയും ഇഞ്ച് താഴത്തേക്ക് ആ ഒരു രീതിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, അതായത് ഡ്രസ്സ് ചെയ്യുന്ന രീതിയൊന്നും. അത് ഞാൻ ഇതല്ലാതെ അടുത്ത വീഡിയോ എന്ന് പറയുമ്പം ഇനി ഇടുന്ന വീഡിയോ അല്ല, ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എത്ര മെറ്റീരിയൽ നിങ്ങൾക്ക് എടുക്കണം, എന്തോരം മീറ്റർ എടുക്കണം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിൽ ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്, ഈ വീഡിയോയിലല്ല. ഇവിടെയും കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് വലിയ ഫ്ലവേഴ്സൊക്കെ ഉള്ളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് തിക്കായിട്ടുള്ള ചെറിയ ചെറിയ വർക്ക് വരുന്ന മെറ്റീരിയലായിരുന്നു. ഇതൊക്കെ കട്ട് വർക്ക് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ടോപ്പ് അടിച്ചാലും കുറച്ചൊന്ന് അത്ര ഒതുങ്ങി നിൽക്കുന്നതല്ല, എന്നാൽ നമുക്ക് അല്ലാതെ ടോപ്പൊക്കെ അടിക്കാനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ്. സാധാരണ ഗൗണൊക്കെ അടിക്കുന്ന മെറ്റീരിയലാണ്. പിന്നെ ഇത് കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ സ്കേർട്ടും നല്ല ഹെവി ആയിട്ട് കൊടുക്കാം. പക്ഷേ എനിക്കങ്ങനെ സ്കേർട്ട് കുറച്ച് പ്ലെയിൻ ആയിട്ടിരിക്കുന്നതായിരുന്നു ഇഷ്ടം. ഇതൊക്കെ നമ്മൾ നോർമലി കാണുന്ന മെറ്റീരിയൽ അല്ല, ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഉള്ളത്. അപ്പം ഇതെനിക്ക് അത്ര ഈ എൻഗേജ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് അത്ര ഇത് ഇഷ്ടമില്ലായിരുന്നു. വേണമെങ്കിൽ നമുക്ക് സ്കേർട്ടൊക്കെ അടിക്കിയതുകൊണ്ട്, അപ്പം നമ്മളുടെ ടോപ്പ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ സ്കേർട്ട് എപ്പോഴും പ്ലെയിൻ ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. പ്ലെയിൻ നെറ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ടോപ്പിലെ വർക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കുക. അല്ലാതെ ഇതുപോലെ ഫുള്ളായിട്ട് വരുമ്പോൾ ആ ഒരു ടോപ്പിൻ്റെ ഭംഗി പോകും. പിന്നെ ഞാൻ ഷാളാണെങ്കിലും പ്ലെയിൻ ഷാളിൽ എന്തെങ്കിലും വർക്ക് വരുന്ന രീതിയിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഷാളൊന്നും ഇടുന്നില്ല. നമ്മൾ ഷാള് പ്ലെയിൻ നെറ്റ് എടുത്തിട്ട് 2.5 മീറ്റർ എടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ വർക്ക്സ് ബോർഡറും അതുപോലെ ഉള്ളിലും എന്തെങ്കിലും ചെറിയ വർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെറ്റീരിയൽസ്. പിന്നെ നമ്മൾ പോയത് സീമാസിലായിരുന്നു. ഇപ്പോൾ ഈ തൊട്ടേക്കുന്ന ഈ ഒരു മെറ്റീരിയൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. ഇതിൽ നല്ല വർക്ക്സും ഉണ്ട്, അതുപോലെ അതിൽ കട്ട് ബീഡ്സ് വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇതതിൻ്റെ കളർ ചേഞ്ചാണ് ഈ മുകളിലിരിക്കുന്നത്. വ്യത്യാസമുണ്ട് കുറച്ചുകൂടെ. ആ താഴത്തിരിക്കുന്ന കുറച്ചുകൂടെ നല്ല മെറ്റീരിയലായിരുന്നു, പക്ഷേ ആ ഒരു കളറ് കോമൺ ആയതുകൊണ്ട് അതായിരുന്നു ഞാൻ എടുക്കാതിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡും ഉണ്ട്, ഇതും നല്ലതായിരുന്നു. ഇത് നമുക്ക് ടോപ്പൊക്കെ അടിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ഈ ഒരു കളറ് ബ്ലൂ ഒക്കെ ഒത്തിരി ഉള്ള കളറായതുകൊണ്ട് അത് പിന്നെ എടുക്കേണ്ടതെന്ന് വെച്ചായിരുന്നു. ഇതിനും 1500 അങ്ങനെ എന്തോ കണ്ടായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടേക്കാണെങ്കിൽ അല്ലാത്ത ലെഹങ്കാസൊക്കെ ഉണ്ട്.
പിന്നെ നമുക്ക് ഷോപ്പിലൊക്കെ ചെന്നാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ലെഹങ്കാസൊക്കെ ഉണ്ട്. കൂടുതലും മുസ്ലിംസിനൊക്കെ യൂസ് ആകുന്നത്. എനിക്കങ്ങനെ ഇത്രയ്ക്ക് ഹെവി വർക്കുള്ള ലെഹങ്കാസ് ഇഷ്ടമില്ല. അല്ലാതെ റെഡിമെയ്ഡ് ലെഹങ്കാസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ നമുക്കങ്ങനെ ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട, പോയിട്ട് നേരെ അങ്ങ് എടുത്താൽ മതിയല്ലോ. അല്ലാതെ വർക്കിനെ പറ്റി നോക്കണ്ട, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ലെഹങ്കാസൊക്കെ നോക്കാം. പക്ഷെ എനിക്ക് ഒരു ടൈപ്പ് അതിൻ്റെ സ്കേർട്ടിൻ്റെ ആ ഒരു ഇതൊന്നും അത്രയും അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ഇത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഇതിൽ തന്നെയായിരുന്നു. ഇതൊക്കെ ഇതിനകത്തുള്ള ഇവിടെയുള്ള ലെഹങ്കാസാണ്. ഇത് സീമാസിലാണ് കേട്ടോ. ഇതിനൊക്കെ എത്രയായിരുന്നു, 14,000 ഒക്കെ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. നല്ല വർക്കുള്ള ലെഹങ്കാസൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര വർക്കുള്ളത് ചിലർക്ക് ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് എനിക്കും അങ്ങനെ അത്ര ഓവറായിട്ട് വർക്കുള്ള ലെഹങ്കാസൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ കാണാൻ നല്ലതാണ്, ബാക്കിയുള്ളവരിട്ട് കാണുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതല്ലാതെ ഇവർക്ക് ഇതിപ്പം ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്, അല്ലാതെ ഉള്ളതും ഉണ്ട്, വേറെ കളേഴ്സിലുള്ളതൊക്കെ കിട്ടും. പിന്നെ നമ്മൾ പോയി നോക്കിയത് ഡിസയറിലായിരുന്നു. ഇവിടെ ആണെങ്കിലും ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. ചില ഷോപ്പിലൊക്കെ ആണെങ്കിൽ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഉണ്ടാവും, റേറ്റ് കുറഞ്ഞത് തൊട്ട് കൂടിയത് വരെ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ അങ്ങനെ തീരെ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഒന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് റേറ്റുള്ള മെറ്റീരിയൽസൊക്കെ ആണെങ്കിലും നല്ല ഗ്രാൻഡായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് തന്നെയായിരുന്നു. പിന്നെ നമ്മളിതെല്ലാം നമ്മൾ ടോപ്പിൻ്റെ മെറ്റീരിയലൊക്കെ എടുക്കുമ്പം അതിൻ്റെ തന്നെ സ്കേർട്ട് കിട്ടുമോയെന്ന് നോക്കിയിട്ട് വേണം. ചില റെയർ ആയിട്ടുള്ള കളറൊക്കെ ആണെങ്കിൽ എത്ര ഷോപ്പിൽ പോയാലും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഒരു എല്ലാ ഷോപ്പിലും എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഉറപ്പുള്ള മെറ്റീരിയൽ എടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ആണെങ്കിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഉള്ള ഷോപ്പിൽ തന്നെ എനിക്ക് സ്കേർട്ടിൻ്റെ ആ ഒരു ഷെയ്ഡ് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒത്തിരി വേറെ ഷോപ്പിലൊക്കെ നോക്കിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. വേറെ നമ്മളൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം വേറെ ഷോപ്പിലും കൂടി ഒന്ന് പോയിട്ട് സ്കേർട്ടിൻ്റെയും ഷോളിൻ്റെയും എല്ലാം കറക്റ്റ് ഷെയ്ഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഒരു മെയിൻ മെറ്റീരിയൽ എടുക്കുക. കാരണം നമ്മൾ അത്ര റേറ്റ് കൂട്ടി എടുത്തിട്ട് ലാസ്റ്റ് ആ ഒരു കളർ ബാക്കി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങളിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ബൊട്ടീക്കിനെ ഏൽപ്പിക്കാതെ നമ്മൾക്ക് തന്നെ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ വർക്കൊക്കെ നമ്മുടെ ടോപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കില്ല. നമ്മൾ ഓൾറെഡി വർക്കുള്ള മെറ്റീരിയലാണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാടൊന്നും വർക്ക് ചെയ്യേണ്ടി വരില്ല നമ്മുടെ ടോപ്പിൽ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ക്യാഷ് സേവ് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും നമ്മൾ പുറത്തൊക്കെ കൊടുക്കുമ്പോഴേക്കും ഒരു 25 ഒക്കെ ആവുമല്ലോ, 25 ഒക്കെ എന്തായാലും 15 തൊട്ട് എന്തായാലും ആകും. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ വരത്തുള്ളൂ. ഞാൻ സ്റ്റിച്ചിങ് പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതിന് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള എന്തോരം മീറ്റർ മെറ്റീരിയൽ വേണമെന്നും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചെയ്യുന്ന വർക്കൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കട്ടെ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. താങ്ക്